ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദേശീയപാതാ നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക ചർച്ച ഇപ്പോൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയപാതാ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ സമീപനവും മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമാകുന്ന ഒരു നില ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന കാര്യം ശ്രദ്ധപ്പെടും. പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും, എപ്പോൾ പൂർത്തീകരിക്കാനാകും, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഇനി എന്തൊക്കെ സഹായമാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേഗം കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച്. മറ്റൊന്ന്, വടക്കൻ കേരളത്തിലെ ഈ പാത ഇടിഞ്ഞുണ്ടായ അപകടം, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി മുഖം നഷ്ടമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ തുടർ നടപടികൾ എന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ യോഗവും അതിനുശേഷം വരാനിരിക്കുന്ന തീരുമാനങ്ങളും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച എന്നുള്ളത് കേരളത്തിൻ്റെ റോഡ് വികസനം, ഹൈവേ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. ഔപചാരികമായി കൂടിക്കാഴ്ച ഇപ്പോൾ അല്ലെങ്കിൽ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരു പ്രതിനിധി സംഘത്തെ കാണാനായി അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ്. അതിനുശേഷം മടങ്ങിയെത്തി ഉടൻ തന്നെ ചർച്ചകൾ ആരംഭിക്കും. ഈ പ്രധാനമായും ഈ ദേശീയപാത 66 ഉണ്ടായ തകർച്ച, മലപ്പുറം കൂരിയാടുണ്ടായ തകർച്ച തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. അതിൻ്റെ നിർമ്മാണ വേളയിലുണ്ടായ ഈ ഒരു തകർച്ച എന്നുള്ളത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയെയും കേന്ദ്രത്തോടൊപ്പം തന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. കടുത്ത വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും വലിയ ആശങ്ക ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും പെടുത്തും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുകയും കേന്ദ്രം ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നിർമ്മാണ കരാർ ഉണ്ടായിരുന്ന കമ്പനിയെ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്ന നടപടി, ഒപ്പം തന്നെയാണ് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടും ഒപ്പം തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളും തുടർന്ന് ഈ തകർന്ന ഭാഗത്തിൻ്റെ പുനർനിർമ്മാണം, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിൻ്റെ ചെലവും ഈ കമ്പനിയിൽ നിന്നും ഈടാക്കാനുള്ള തീരുമാനവും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഈ തകർന്ന വിഷയത്തിലുള്ള ഒരു പരിഹാര നടപടി സംസ്ഥാനത്തിന് എന്താണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം എന്നുള്ള കാര്യം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. പ്രധാനമായും നിലവിലിപ്പോൾ ഈ തകർന്ന ഭാഗത്ത് പാലം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം ദേശീയപാത അതോറിറ്റി തന്നെ കൈക്കൊള്ളുകയും അത് അറിയിക്കുകയും ചെയ്തിരുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലും ഈ ഒരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വിദഗ്ധ സമിതികളാണ് ഈ വിഷയം, അത് ഈ തകർന്ന സംഭവവും ഒപ്പം തന്നെ ദേശീയപാതകളുടെ പൊതുസ്ഥിതികളും പരിശോധിക്കുന്നതിന് മറ്റൊരു 4 അംഗ വിദഗ്ധ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സമിതികളുടെ എല്ലാം തന്നെ അഭിപ്രായം എന്നുള്ളത് പാലം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തകർച്ച ഒഴിവാക്കാനും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്നീ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെയാണ് കേരളത്തിന് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയാക്കണം എന്ന ഒരു ആഗ്രഹം കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതിഗതികൾ, നിർമ്മാണ പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കേരളത്തിലെ മറ്റ് ചില ദേശീയപാതകളുമായി സുപ്രധാനമായ മറ്റ് ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായി മന്ത്രി PM
മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത 66 നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഒപ്പം തന്നെ നിലവിൽ തകർന്ന സാഹചര്യത്തെ മറികടക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ഒപ്പം പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തിയാക്കുക, അതിൽ വടക്കൻ കേരളത്തിൽ തകർന്ന ഭാഗത്ത് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളോടൊപ്പം മറ്റു ചില ദേശീയപാത പദ്ധതികളുടെ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ പിന്തുണ അല്ലെ കൂടുതൽ വാഗ്ദാനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറിയിച്ചത്. ചർച്ച ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ, അത് പുരോഗമിക്കുകയാണ്. നമ്മൾ വൈകാതെ പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ പരാതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല, പരാതിപ്പെടാനുള്ള ധൈര്യമില്ല. പിണറായി സർക്കാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് സർക്കാരിന് ഭയം? സർക്കാർ ആവശ്യപ്പെടണ്ടേ? ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നാണ് പറയുന്നത്. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം. ഇത് CBI അന്വേഷണം നടക്കണം. ഗുരുതരമായ ക്രമക്കേടാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ഡൽഹിയിലെ ചർച്ച നടക്കുന്നതിനിടെ മലപ്പുറത്ത് തലപ്പാറയ്ക്കടുത്ത് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. വലിയ പറമ്പിൽ അഴുക്കുചാൽ കടന്നു പോകുന്ന ഭാഗത്താണ് ഈ പ്രധാന റോഡ് ഇടിഞ്ഞു താഴുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, എന്താണ് അവിടെ സംഭവിച്ചത്? അത് നമ്മൾ നേരത്തെ കുരിയാടൊക്കെ സംഭവിച്ചതിന് സമാനമായ അവസ്ഥയിലേക്ക് പോകുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ടോ? വിജയകുമാർ, നിലവിൽ ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൂരിയാട് നിന്നും ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെ തലപ്പാറക്കടുത്ത് ഈ വലിയ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചെറിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ പ്രധാന റോഡ് ഒരല്പം ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ദേശീയപാതയെ പ്രധാന റോഡിന് ക്രോസ് ആയിക്കൊണ്ട് അഴുക്കുചാൽ കടന്നു പോകുന്നുണ്ട്. ഈ അഴുക്കുചാൽ കടന്നു പോകുന്ന ഭാഗത്താണ് ഈ പ്രധാന റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ ഒരു താഴ്ചയാണ് എന്നുള്ളത് നമുക്ക് നിലവിൽ ഇപ്പോൾ പറയാനാകില്ല. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പ്രധാന റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർമ്മാണ കമ്പനി ഇപ്പോൾ ഈ റോഡെല്ലാം തന്നെ അടച്ചിട്ടൊരു സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഗതാഗതം ഇപ്പോൾ ഇത് ഏത് നിർമ്മാണ കമ്പനിയാണ് സമീർ? ഈ മേഖലയിലെ നിർമ്മാണത്തിന്റെ ചുമതല ഏത് കരാർ കമ്പനിക്കാണ്? വിജയകുമാർ, കൂരിയാട് നിർമ്മിച്ച അതേ കമ്പനി തന്നെയാണ് ഇവിടെ KNR കമ്പനി തന്നെയാണ് ഈ ഭാഗത്തും നിർമ്മാണ ചുമതലയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെയും കൂരിയാടിന് സമാനമായ രീതിയിൽ ദേശീയപാത മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച ഒരു ഭാഗം കൂടിയാണിത്. ഈ ദൃശ്യങ്ങൾ വലിയ പറമ്പ്, മലപ്പുറത്ത് തലപ്പാറയ്ക്കടുത്ത് വലിയ പറമ്പിൽ നിന്നുള്ളതാണ്. അവിടെയും പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഒരു അഴുക്കുചാൽ കടന്നു പോകുന്ന ഭാഗത്താണ് ആ പ്രശ്നമുള്ളത്. നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. അവിടെ ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. കണ്ണൂർ ചുഴലി ചെങ്ങളായി റോഡിൽ കൂറ്റൻ കുഴി, 3 മീറ്ററിലധികം ആഴമുണ്ട് എന്നാണ് നിഗമനം. റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചു. ചെങ്ങളായി ചുഴലി റോഡിൽ പനംകുന്നത്താണ് കുഴി രൂപപ്പെട്ടത്. തുടക്കത്തിൽ ചെറിയ കുഴിയായിരുന്നെങ്കിലും പിന്നീട് ആഴം കൂടി. നിലവിൽ 3 മീറ്ററിലധികം ആഴമുണ്ട്. ആദ്യം ഒരു ചെറിയൊരു കുഴിയുണ്ട്, ചെറിയ കുഴിയുണ്ട്, ഒരു ചെരുവ്. അപ്പൊ വണ്ടി വരുമ്പോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കും പോലെ തോന്നുന്നുണ്ട്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജിയോജിയെ പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. അപകടാവസ്ഥ തുടരുന്നതിനാൽ റോഡിന്റെ ഒരു വശത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 6 വർഷം മുൻപ് PWD മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡാണിത്. നിലവിൽ പാത ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ്. കുഴി രൂപപ്പെടാൻ കാരണം സോയിൽ പൈപ്പിംഗ് എന്നാണ് സംശയം. വിദഗ്ധ പരിശോധനയ്ക്കായി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലം സന്ദർശിച്ചു. 24 കണ്ണൂർ.
മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കോന്നിയിൽ 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിൽ അട്ടിമറി നടന്നു എന്ന ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലാണ് ഗൗരവമേറിയ ഈ കണ്ടെത്തലുകൾ ഉള്ളത്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിന്റെ തുടക്കത്തിൽ നടന്നത് വലിയ അട്ടിമറി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാനും സ്വാധീനിക്കാനും ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാടെടുത്തതോടെയാണ് CWC കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പോലീസിന് നൽകിയത്. റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ കാലതാമസം വരുത്തിയതും പ്രതികൾക്ക് ഗുണമായി. കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഗൗരവമേറിയ കണ്ടെത്തലുള്ളത്. 1-ാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കോൺഗ്രസ് നേതാവ് പഴകുളം മധു. CWC ഓഫീസും അതിന്റെ ചെയർമാനുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് CWC ചെയർമാന്റെ കേസ് എടുക്കുന്നില്ല? പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ് CWC ചെയർമാൻ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഇത്തരം കേസുകളിൽ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നിയമനങ്ങൾ CWC നടത്തുന്നത്. അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകളെ CWC ചെയർമാൻ നിഷേധിക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മ കാണാൻ വന്നെന്നും അന്ന് തന്നെ ഇത് സംബന്ധിച്ച പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയെന്നുമാണ് അനൌദ്യോഗിക വിശദീകരണം. 24 പത്തനംതിട്ട. പോക്സോ കേസ് പ്രതിയായ വ്ലോഗർ മുകേഷ് എം നായരെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചതിൽ തിരുവനന്തപുരം ഫോർഡ് സ്കൂൾ പ്രധാനാധ്യാപകന് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാന അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗൂഢാലോചനയാണ് നടപടികൾക്ക് പിന്നിലെന്നും മന്ത്രിയെ പേടിച്ച് പരിപാടിക്ക് പോകാതെ ഇരിക്കണോ എന്നുമായിരുന്നു മുകേഷ് എം നായരുടെ ചോദ്യം. സ്കൂൾ പ്രവേശന ദിവസം ഒരു സന്നദ്ധ സംഘടനയാണ് സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടകൻ ആരെന്ന് അവരാണ് തീരുമാനിച്ചത്. തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് സ്കൂൾ അധികൃതർ DDയോട് വിശദീകരിച്ചത്. എന്നാൽ ഈ വിശദീകരണം DD തള്ളി. സ്കൂളിൽ എന്ത് നടന്നാലും അതിൽ പ്രധാനാധ്യാപകന് ഉത്തരവാദിത്തമുണ്ടാകുമെന്നും പോക്സോ കേസ് പ്രതി ചടങ്ങിലെത്തിയതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകും. എയ്ഡഡ് സ്കൂളായതിനാൽ മാനേജറോട് പ്രധാനാധ്യാപകനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സ്കൂൾ അധികാരികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് തന്നെയാണ്. ഇയാൾ ഈ പറയുന്ന വ്യക്തിയോട് വന്നിരുന്നോ, ചടങ്ങിൽ പങ്കെടുത്തിരുന്നോ, ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ്, ഇത്രയും കാര്യം അന്വേഷിച്ചാൽ മതിയല്ലോ. അതവർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മന്ത്രിയെ പേടിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ലെന്ന് മുകേഷ് എം നായരും രാഹുൽ ഈശ്വറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പോക്സോ കേസ് പ്രതിയാണെന്ന് അറിയാതെയാണ് മുകേഷ് എം നായരെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിനും പ്രധാനാധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും JCI പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. ഇടതു കണ്ണിന് നൽകേണ്ട ഇഞ്ചക്ഷൻ വലതു കണ്ണിൽ മാറി നൽകി. സംഭവത്തിൽ ഡോക്ടർ SS സുജീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചികിത്സാ പിഴവ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷിക്കും. ഇടതുകണ്ണിന്റെ കാഴ്ച മങ്ങിയതിനെ തുടർന്നാണ് ഭീമാപ്പള്ളി സ്വദേശി ബസൂറ ബീവി സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഇടതുകണ്ണിനുണ്ടായ നീർക്കെട്ട് കുറയാൻ കുത്തിവയ്പ് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കുത്തിവയ്പ് നൽകിയതിലാണ് ഡോക്ടർക്ക് വീഴ്ചയുണ്ടായത്. ഇടതുകണ്ണിന് നൽകേണ്ട കുത്തിവയ്പ് വലതുകണ്ണിനു നൽകി. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചായിരുന്നു കുത്തിവയ്പ്. ഇന്നലെയായിരുന്നു ഇഞ്ചക്ട് ചെയ്യേണ്ടത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം ഇടത് കണ്ണിലാണ് കംപ്ലൈൻറ്റ്. ഇടത് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചക്ട് ചെയ്തത് വലത് കണ്ണിലായിരുന്നു. ഇത് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നത് അത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. സംഭവത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തിയ ആരോഗ്യവകുപ്പ് ഡോക്ടർ SS സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. കുടുംബത്തിന്റെ പരാതിയിൽ വഞ്ചിയൂർ പോലീസും അന്വേഷണം തുടങ്ങി. 24 തിരുവനന്തപുരം.
ചികിത്സാ പിഴവിൽ ആരോപണ വിധേയനായ ഡോക്ടർക്കെതിരെ കേസെടുത്തു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഡോക്ടർ സുജീഷ് എസ്.എസിനെതിരെയാണ് വഞ്ചൂർ പോലീസിന്റെ നടപടി. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്നലെ രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഈ കുടുംബം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി നൽകിയത്. പക്ഷേ ഈ കണ്ണാശുപത്രി വഞ്ചൂർ പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വഞ്ചൂർ പോലീസിലേക്ക് കൈമാറുകയായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസ് ഈ ഡോക്ടറെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണങ്ങളിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ പോലീസ് നടപടിയും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഏത് തരത്തിലുള്ള വകുപ്പുകളാണ് എന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള FIR വിവരങ്ങളും ലഭ്യമാകും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ചികിത്സാ പിഴവിൽ ഈ ഡോക്ടർ സുജീഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ്. വിജയകുമാർ. യെസ്, ഡോക്ടർ സുജീഷ് എസ്.എസിനെതിരെയാണ് വഞ്ചൂർ പോലീസ് കേസെടുത്തത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി വരുന്നു. എറണാകുളം ജില്ലാ ജയിലിൽ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പുറത്തു നിന്നുള്ളവർ ജയിലിലെത്തി എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ജയിലിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ റീലായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം അത് കാണാം. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ ദൃശ്യങ്ങളിലുള്ളത് ആരൊക്കെയാണ്? വിജയകുമാർ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ജില്ലാ ജയിലിലെ വെൽഫെയർ ഓഫീസറായിരുന്ന വ്യക്തിയുടെ വിരമിക്കൽ ചടങ്ങിൽ ജയിലിനുള്ളിൽ എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സോഷ്യൽ മീഡിയയിൽ ഈ റീൽ വന്നതോടുകൂടിയാണ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്. നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അത്തരം നടപടികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഈ റീലിൽ ഉള്ളത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ജയിലധികൃതരോട് ഇക്കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥൻ ക്ഷണിച്ചതനുസരിച്ചാണ് ഈ ആളുകൾ ജയിലിലെത്തിയത്. അവിടെ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. രജിസ്റ്ററിൽ ഇവരുടെ പേരുകൾ രേഖപ്പെടുത്തുകയും ഇവരുടെ വിലാസം ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് ജയിലിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചത്. നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയിലധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരം ആളുകൾ ജയിലിനുള്ളിൽ എങ്ങനെ എത്തി എന്നതിലാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഇതിൽ ഈ പുറത്തു നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ജയിലിലെത്തി, അവർക്ക് അനുമതി കിട്ടിയത് എങ്ങനെ, പിന്നീട് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അതിൽ വലിയ വിവാദമായിട്ടുണ്ട്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണമൊക്കെ ഇതിൽ നടക്കുമോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്ന് സമ്മതിച്ചു പാകിസ്ഥാൻ. കൂടുതൽ ഇടങ്ങളിൽ ആക്രമണമുണ്ടായി എന്ന് സമ്മതിക്കുന്ന വിവരങ്ങൾ പാക് സൈന്യം പുറത്തുവിട്ട രേഖയിലുണ്ട്. അതേസമയം പ്രതിപക്ഷം കടന്നു നിർവഹിച്ചെന്നും എത്രയും വേഗം പാർലമെന്റ് സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. കൂടുതൽ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന കാര്യമാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത്. 18 സൈനിക താവളങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് അറ്റകുറ്റപ്പണിക്കായി പാകിസ്ഥാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ 11 സേനാ കേന്ദ്രങ്ങളും 2 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുവെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. പെഷവാർ, ജംഗ്, സിന്ധിലെ, ഹൈദരാബാദ്, ബാവൽ നഗർ, അറ്റോക്, ചോർ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയെന്നാണ് പുതിയ സ്ഥിരീകരണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 4:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരും. 3ാം മോദി സർക്കാരിന്റെ ആഘോഷ പരിപാടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. എത്രയും വേഗം പ്രത്യേക സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായി വിദേശ സന്ദർശനം നടത്തിയ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. സർക്കാരിനോടുള്ള കടുത്ത ഭിന്നത മാറ്റിവെച്ചാണ് ഞങ്ങളെപ്പോലുള്ള MPമാർ സർക്കാരിന്റെ ദൗത്യത്തിൽ പങ്കുകൊണ്ടത്. അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ മോഡിൽ വെച്ച് അർപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി സർക്കാരിന്റെ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഈ മാസം 16 പ്രത്യേക സമ്മേളനം എന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല.
24 ഡൽഹി. മലപ്പുറം തലപ്പാറയ്ക്കടുത്ത് ദേശീയപാത വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. വലിയ പറമ്പിൽ അഴുക്കുചാൽ കടന്നു പോകുന്ന ഭാഗത്താണ് ഈ റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. സ്ഥലം സന്ദർശിച്ച ശേഷം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ അവരാണ് പറയേണ്ടത്. എൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ്. ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത്, കേന്ദ്ര ഗവൺമെൻറ് ടീമൊക്കെ വന്ന് പോയത്, സാങ്കേതിക വിദഗ്ധന്മാർ വന്ന് പോയത് നോക്കി ഡിസൈനിൽ തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത്. ഡിസൈനിൽ തരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തകരാറുണ്ട് എന്നാണ്. അപ്പോൾ കൂരിയാട് പോലുള്ള സ്ഥലത്ത് പാലം വേണ്ടി വരും. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യം പറയേണ്ടത് അവരാണ്. ഇവിടെ ഈ ഓവാലിരുന്നാൽ അതിന് മുകളിലുള്ള ഇവരെ നിൽക്കുക, അതാണ് പ്രശ്നം. ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഓരോ വർഷം വർഷക്കാലം ചെയ്യും. ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളൂ. ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അതിലേറെ ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ ഭയമുണ്ട്. അതാണ് കഥ. കൂരിയാട് ഇപ്പോൾ ഇത് പുനർനിർമ്മിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ മാത്രം നടപടി മതി, അതല്ല മൊത്തത്തിലൊരു അന്വേഷണം ആവശ്യമായൊരു സ്ഥിതിയാണ്? ഇപ്പോൾ പരിശോധനയും അന്വേഷണമൊക്കെ ആവശ്യമായ സ്ഥിതിയാണോ? ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണമെന്നുള്ള സ്ഥിതിയാണല്ലോ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കളഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. മൊത്തം അന്വേഷണം വേണം. മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു മൊത്തം ഒരു ആൻസർ വേണ്ടേ? ഇത് അവർ പിന്നെ അടിയന്തര സമഗ്ര നടപടി, അതായത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം വരും. മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങൾ കൂടി കൂടുതൽ ശ്രദ്ധയിൽപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചർച്ച നടക്കട്ടെ, അത് നല്ല തന്നെ. പക്ഷേ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ആ ഔട്ട്കം ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതിനെതിരായി പ്രക്ഷോഭം ഉണ്ടാവും. ശരി. PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയായിരുന്നു. അവിടെ ആ സ്ഥലം സന്ദർശിച്ച ശേഷം സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിൽ CBI അന്വേഷണം വേണം, അഴിമതി നടന്നിട്ടുണ്ട്, അതിൻ്റെ സൂചനകളുണ്ട്, അതിൽ ചില വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന മട്ടിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു സമഗ്രമായ പരിശോധന ഇക്കാര്യത്തിൽ വേണം, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണല്ലോ ഈ പ്രതികരണങ്ങളും. ഇപ്പോഴിത് ആ സംഭവം ഉണ്ടായ തൊട്ടു പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി അവിടെ എത്തുന്നു, സന്ദർശിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു, ഇതൊക്കെ വ്യക്തമാക്കുന്നത് അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ ദേശീയപാതയുടെ വിഷയം പ്രതിപക്ഷം ഗൗരവമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദേശീയപാത ഇടിഞ്ഞു എന്നുള്ള ഒരു വാർത്ത വരുന്നു. അതിന് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി സംഭവസ്ഥലം സന്ദർശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം പറയുന്നത് സമഗ്രമായ അന്വേഷണം ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ്. കേവലം ഈ ഒരു ഭാഗത്ത് മാത്രം ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളും പോരാ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൺവെൻഷനിൽ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയായിരുന്നു ചർച്ചയായിരുന്നു. അത് വീണ്ടും UDF നേതാക്കൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരും ദിവസങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് തന്നെയായിരിക്കും ചർച്ച വിഷയം. അല്ല, പിന്നെ കൺവെൻഷനുകൾ കണ്ടില്ലേ? കൺവെൻഷൻ പമ്പൻ വിജയമായിരുന്നു എന്ന് മാത്രമല്ല, ഓരോ പ്രസംഗവും കേൾക്കാൻ ജനങ്ങൾ അവസാനം വരെ നിന്നു എന്നുള്ളതാണ് നിലമ്പൂരിലായ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത. അത് വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു. സാധാരണ 1-2 പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോകും ഇതുപോലുള്ള മീറ്റിങ്ങിലൊക്കെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലമ്പൂർ വിഷയത്തിലുള്ള പ്രതികരണം, അവിടെ നടന്ന UDF കൺവെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പിന്നീട് വരാം. ഇനി ഒരു മറ്റു പ്രധാന ചില റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വാർത്ത മഴ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനും ഇതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കാനും സർക്കാർ നിർദ്ദേശം. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് സ്ഥാപനങ്ങൾ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സർക്കുലർ ഇറക്കി. 6ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം വികസന പ്രവർത്തനങ്ങൾക്കായാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത്. സംഭാവനകൾ ചോദിച്ച് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുജനങ്ങളെ സമീപിക്കും. വികസന പ്രവർത്തനങ്ങൾ നടത്താനായി തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് സംഭാവനകൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത്. വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണമായോ ഭൂമിയായോ സേവനങ്ങളായോ എല്ലാം ഇത് സ്വീകരിക്കാം.
ഇതിനായി താൽപ്പര്യപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരെ മാത്രമല്ല പൊതുജനങ്ങളെ അങ്ങോട്ട് സമീപിച്ചും സംഭാവനകൾ ഉറപ്പാക്കണം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കർമ്മ പദ്ധതിക്ക് രൂപം നൽകണം. സംഭാവനകൾ സമാഹരിക്കുന്നതിനുള്ള സമഗ്രമായ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കണം. വിപുലമായ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കണം. മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ സംഭാവനകളുടെ സമാഹരണവും ഉപയോഗവും ഒരു സൂചകമായി പരിഗണിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. പരാതികൾ ഒഴിവാക്കാൻ കൃത്യമായി രസീത് സംഭാവനകൾക്ക് നൽകണം. സംഭാവനകൾ പിരിക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്താൻ പാടില്ല. ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിക്കുന്ന തുക അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്താണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം സജീവമാകും എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, നിലവിൽ വടക്കൻ കേരളത്തിലെ ജാഗ്രതാ നിർദ്ദേശം എടുത്തു കളഞ്ഞാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതലും ജാഗ്രതാ നിർദ്ദേശം വരുന്നത്, മുന്നറിയിപ്പ് വരുന്നത്. ഇപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ബാക്കി ഒരു ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശമോ നിലനിൽക്കുന്നില്ല. അതിൽ പ്രധാനമായും ഈ വരുന്ന 7-ാം തീയതി വരെ മഴ ശക്തമായി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ കാലവർഷം എത്തിയിട്ട് 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. 4 ജില്ലകളിലെയും യെല്ലോ മുന്നറിയിപ്പ് ഒഴിച്ചു നിർത്തിയാൽ വേറൊരു ജില്ലകളിലും ശക്തമായ മഴ പെയ്യില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മെയ് 7-ന് ശേഷം കാലവർഷം സാധാരണഗതിയിൽ പെയ്യും, പക്ഷേ അതിതീവ്ര മഴയായി രൂപാന്തരപ്പെടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതിൽ ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയടക്കം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ്. അതുപോലെ തന്നെ വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്നും വിലക്കുണ്ട്. എന്തായാലും ഈ മഴ കുറയുന്നുണ്ടെങ്കിലും മലയോര തീരദേശ മേഖലകളിലും ഈ വടക്കൻ കേരളത്തിലും അടക്കം ജാഗ്രത വേണം. അത് പെട്ടെന്ന് ഒരു മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ജാഗ്രത വേണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എറണാകുളം ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിൽ റീൽസ് കണ്ട സ്വകാര്യ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. ഇന്നലെയാണ് സംഭവം. ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളിലേക്കാണ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, മൊബൈൽ നോക്കുന്നു, നേരെ നോക്കുന്നു, വീണ്ടും മൊബൈലിൽ നോക്കുന്നു. ഈ ഡ്രൈവറൊക്കെ ഓടിക്കുന്ന വാഹനത്തിൽ എങ്ങനെ യാത്രക്കാർ സുരക്ഷിതരായി കയറുമെന്ന ചോദ്യമുണ്ടല്ലോ. നേരത്തെ ഇത്തരം വിവരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളെ, അതിൻ്റെ പ്രതിനിധികളോടൊക്കെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളവരെ വാഹനം ഓടിക്കാൻ നിയോഗിക്കില്ല, അവരെ പോലീസ് ക്ലിയറൻസിന് ശേഷമേ വാഹനത്തിൽ കയറ്റൂ, ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അനുവദിക്കില്ല എന്നൊക്കെ വീരവാദം മുഴക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സമർപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. വിജയകുമാർ, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചി നഗരത്തിൽ പ്രൈവറ്റ് ബസ്സുകളിൽ ഒരു വിഭാഗം ഡ്രൈവർമാരെങ്കിലും വളരെ അശ്രദ്ധകരമായി വാഹനം ഓടിക്കുന്നു എന്നുള്ള പരാതി യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. നേരത്തെ വിജയകുമാർ ചോദിച്ച ചോദ്യം ഉടമകളോട് ചോദിക്കുകയാണെങ്കിൽ എന്നുള്ളത്, ഇപ്പോൾ ഉടമകൾ തന്നെ ബസ്സുകൾ വാടകയ്ക്ക് ബസ്സിലെ ജീവനക്കാർക്ക് നൽകി അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കുന്ന ഒരു രീതി, പുതിയ രീതി കൊച്ചിയിലുണ്ട്. അത് നിയമവിരുദ്ധമാണ്. പക്ഷേ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒന്നും അത് കണ്ടതായി പോലും നടിക്കാറില്ല. വലിയ അപകടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉടമകൾ എന്ന് പറയുന്നവർ ബസ്സിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലുള്ളത്. ഇത് ഇപ്പോൾ കാണുന്നത്
ഈ ആലുവ ഫോർട്ട് കൊച്ചി റൂട്ടിലെ ഒരു ബസ്സിലെ ദൃശ്യങ്ങളാണ്. അതൊരു യാത്രക്കാരൻ സ്വന്തം ജീവനിൽ ഭയന്ന് ചിത്രീകരിച്ചതാണ്. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തെത്തുന്നത്. വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ ഫോണിൽ നോക്കുന്നു, റോഡിലേക്ക് നോക്കുന്നു, വീണ്ടും ഫോണിലേക്ക് നോക്കുന്നു, റോഡിലേക്ക് നോക്കുന്നു. അങ്ങനെ ഫോണിലാണോ റോഡിലാണോ ഡ്രൈവറുടെ കണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബസ് ഓടിക്കുന്നത്. ബസ്സിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ നിറയെ യാത്രക്കാർ ഉള്ളപ്പോഴാണ് ഈ അഭ്യാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൊടുക്കുകയാണ്. ഏതായാലും എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ, ഈ ബസ് ഏത് ബസ്സാണ്, അതിന്റെ ഈ ഡ്രൈവർ അയാളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഒക്കെ വേഗത്തിൽ നടപടിയെടുക്കാൻ പറ്റും ഈ ദൃശ്യങ്ങൾ ലഭിച്ചാൽ ഉടൻ, അല്ലേ? തീർച്ചയായും ജാസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ഏതായാലും ഈ ബസ് തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇതിലൊക്കെ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നടപടിയെടുക്കുന്നവർ പോലും കൊച്ചിയിൽ വീണ്ടും ബസ് ഓടിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേരിലൊരു നടപടി ഒതുങ്ങുമോ എന്നുള്ളത് മാത്രം അറിയേണ്ടതുള്ളൂ. ശ്യാം പറഞ്ഞത് വളരെ ശരിയാണ്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുത്ത് ഇപ്പോൾ ശരിയാക്കി കളയുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരം ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ദൃശ്യങ്ങൾ സമർപ്പിക്കുകയാണ്. അവർക്ക് നടപടിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് പുതുപ്പാടിയിൽ 9ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. അടിവാരം കളക്കുന്നുമ്മൽ അജിൽ ഷാനാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കണ്ണിനും പരിക്കുണ്ട്. ഇവർ 2:45 ഞങ്ങൾ വിളിക്കും. 1:15 കിടന്ന സംഭവം 2:15 1 മണിക്കൂറിൽ കൂടുതലായി. ഈ 1 മണിക്കൂറിൽ കൂടുതൽ അവൻ അവിടെ വേദനയും സഹിച്ച് നിൽക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മോൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അതായത് മോൻ പറയുന്നത് 10-30 ആളിൽ കൂടുതലുണ്ടോ എന്ന് എടുത്തിട്ട് ചവിട്ടിക്കാനിന്ന്. ഫസ്റ്റത്തെ തല്ലോന് കണ്ണിന് കിട്ടി, കണ്ണ് കരിങ്ങി പോയിക്കിന്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഹെഡ്മാഷ് നമ്മോട് പറഞ്ഞ ഡയലോഗാണ്, ഇത് കേസാക്കിയാൽ മോന് പാസ്പോർട്ട് കിട്ടൂലാന്ന്. പിന്നെ അതേപോലെ വേറൊരു സാറ് ചോദിക്കുകയാണല്ലോ, നിങ്ങൾക്ക് TC വേണോ കേസ് വേണോ എന്ന്. ഇന്നിപ്പോൾ ഒരു സാറ് ഇവിടെ പെങ്ങളെ ഫോണിലേക്ക് വിളിച്ച് ഇവൻ്റെ ഫോട്ടോസ് എങ്ങനെ പുറത്ത് വന്നതെന്നാണ് സാറ് ചോദിച്ച്. ഓരോ സ്കൂളിൻ്റെ പേര് പുറത്ത് വരുന്നതിന് വിളിച്ച് പറഞ്ഞ വർത്താനാണ് എൻ്റെ ഫോട്ടോ ആരെടുത്ത് പുറത്തിട്ടത്. 2:45 സ്കൂളിൽ നിന്ന് ടീച്ചർ സാറ് വിളിച്ച് അങ്ങനെ ഞാൻ പോയി. 2:45 പോയി ക്ലാസ്സിലെത്തി. അവിടെ എത്തി. അവിടുന്ന് പിന്നെ മോനെ കണ്ടപ്പോൾ തന്നെ മോനെ പറ്റ ക്ഷീണിച്ച് അവശനായി ഇരിക്കുക. അങ്ങനെ പിന്നെ മോനെയും കൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പോയി. ഞങ്ങൾക്ക് അങ്ങനെ അധികം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ വേഗം മോനെയും കൊണ്ട് വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾ അവിടുന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് മോനെ പിന്നെ സ്റ്റേഷനിൽ പോയി ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, സ്കൂൾ തുറന്നത് ജൂൺ 2-നാണ്. നമ്മൾ സംസാരിക്കുന്നത് ജൂൺ 4 ബുധനാഴ്ചയാണ്. ഈ സ്കൂൾ തുറന്ന ഈ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ അടിക്കുകയും പരിക്കേൽക്കുകയും അത് മൂടിവെക്കാൻ സ്കൂളുകൾ നടത്തുന്ന ശ്രമവും പുറത്തു വന്നാൽ കുട്ടിക്കാണ് പ്രശ്നമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ കേൾക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് മിഥില? വിജയകുമാർ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലുള്ള മർദ്ദനമേറ്റത്. 15ഓളം വരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നാണ് ഈ കുട്ടി പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷിതാക്കളെ വിവരം അറിയിച്ചത്. ഈ ഹൈസ്കൂളിന് തൊട്ടടുത്ത് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. എന്നാൽ അവിടെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ ഈ അധ്യാപകർ തയ്യാറായില്ല എന്ന പരാതിയും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ എത്തിയതിനു ശേഷമാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അജിൽ ഷാൻ എന്നാണ് ഈ 14 വയസ്സുകാരൻ്റെ പേര്. തലയ്ക്കും കണ്ണിനും ശരീരമാസകലവും പരിക്ക് പറ്റിയിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്നത് കൃത്യസമയത്ത് ഈ കുട്ടിക്ക് ചികിത്സ അധ്യാപകർ ലഭ്യമാക്കിയില്ല. മാത്രമല്ല, ഈ കാര്യം ഈ മർദ്ദനം ഒതുക്കി തീർക്കാനാണ് അധ്യാപകർ ശ്രമിച്ചത് എന്ന ഒരു പരാതിയും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് നയിച്ചതായി പറയപ്പെടുന്നത് 4 മാസം മുമ്പ് അടിവാരത്തെ ഒരു പള്ളിയിൽ വെച്ച് ഈ മർദ്ദനമേറ്റ കുട്ടിയും ഈ സംഘത്തിലുണ്ടായിരുന്ന ചിലരുമായി അവരുടെ സുഹൃത്തുക്കളുമൊക്കെയായി ചില വാക്കുതർക്കങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് പോയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും താമരശ്ശേരി പോലീസ് ഇപ്പോൾ മർദ്ദനത്തിൽ ഏർപ്പെട്ട ഈ 15ഓളം വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പരിസ്ഥിതി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും JJ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. നമുക്കറിയാം, ഷഹബാസിന്റെ കാര്യം താമരശ്ശേരിയിൽ തന്നെയാണ്. ഷഹബാസിന് മർദ്ദനമേറ്റ് ഷഹബാസ് മരിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ഒരു കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് താമരശ്ശേരി പുതുപ്പാടിയിൽ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. വിജയകുമാർ. യെസ്, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ആ വിദ്യാർത്ഥിയുടെ തലയ്ക്കും കണ്ണിനും പരിക്കുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അജിൽ ഷാ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അത് ഒതുക്കി തീർക്കാൻ സ്കൂളും ശ്രമിക്കുന്നുണ്ട്, അധ്യാപകരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്.
റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന് സംശയം. വനാതിർത്തികളിലെ വീടുകളിൽ മോഷണം പതിവെന്ന് നാട്ടുകാർ. ഗ്രൂഡിക്കൽ, വടശ്ശേരിക്കര വനാതിർത്തി മേഖലകളിലെ വീടുകളിലാണ് മോഷണം വ്യാപകമാകുന്നത്. ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് വ്യാപകമായി ഇവിടെ നിന്ന് മോഷണം പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മൃഗവേട്ട സംഘമാണ് എന്നാണ് വനം വകുപ്പിന്റെ സംശയം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയാണ്. ഇവിടെയാണ് 1 വർഷത്തോളമായി തുടർച്ചയായി വീടുകളിൽ മോഷണം നടക്കുന്നത്. പകൽ സമയത്തെത്തുന്ന കള്ളന്മാർ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് ഭക്ഷ്യവസ്തുക്കളും വീട്ടിലെ ആയുധങ്ങളുമാണ് കൊണ്ടുപോകുന്നത്. മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നത്. വീടിന്റെ വാതിലുൾപ്പെടെ തകർത്തായിരുന്നു മോഷണം. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഒരു ജനൽ വെട്ടിപ്പൊട്ടിച്ചിട്ട് അവിടെ ഇറങ്ങി ടൈപ്പേശിക്കകത്ത് 10,000 രൂപ എടുത്ത് അടുക്കളയ്ക്കകത്തുണ്ട് നമ്മളെ വീട്ടിൽ വീടുന്ന അരി സാധനങ്ങൾ, സർവ്വ സാധനങ്ങളും എല്ലാം എടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേഖല ഒരു 100 മീറ്റർ മേലോട്ട് കയറി വനമാണ്. വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയേക്കുന്നത് നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു. മോഷണം തുടർക്കഥയാകുമ്പോൾ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിലും വനംവകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയില്ല. മോഷണത്തിന് പിന്നിൽ മൃഗവേട്ടക്കാരാണെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പരിശോധനകളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മോഷണ സംഘത്തെക്കുറിച്ചുള്ള തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. 24 പത്തനംതിട്ട. നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം നിലമ്പൂരിൽ ചർച്ചയാക്കിയ LDF. സാധാരണക്കാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം. ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ LDF സ്വാധീനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കി LDFനെ പ്രതിരോധത്തിലാക്കുകയാണ് UDFും PV അൻവറും. ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശമാണ് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുന്നത്. വോട്ടർമാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം. അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. പരാമർശത്തിൽ വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. മാപ്പ് പറയില്ലെന്നും പ്രതികരണം. ഇപ്പോൾ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവ്. അതിൽ തന്നെ പറയുന്നത് 1 മാസത്തെ കുടിശ്ശിക ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്നും CPIMന്റെ തട്ടിപ്പിനെയും വഞ്ചനയെയും കുറിച്ചാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ MLA. ഇത് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന ഡ്രാമ. ഏത് ഡ്രാമ? പണ്ട് കിറ്റ് കൊടുത്ത അതേ ഡ്രാമ ഇന്ന് നടത്തുന്നു. അതേ ഉള്ളൂ. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചൂണ്ടിക്കാട്ടി PV അൻവറും രംഗത്തെത്തിയിരുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്ന് അൻവറും കുറ്റപ്പെടുത്തി. ടീം 24 നിലമ്പൂർ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ രാഷ്ട്രീയ വിവാദം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ 10 പേർ ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതിനാലാണ് പത്രിക തള്ളിയത്. ഇത് സാങ്കേതിക പിഴവല്ലെന്നും തൃണമൂൽ ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്രനാകാനുള്ള അൻവറിന്റെ അടവാണ് എന്നുമാണ് വിമർശനം. രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാൽ പ്രബല മുന്നണികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നാടകീയത. ആദ്യം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് തൃണമൂൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതിന് പിന്നാലെ PV അൻവർ സ്വതന്ത്രനായി. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ പരിചയമുള്ള PV അൻവർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പത്രിക സമർപ്പിച്ചത് മനഃപൂർവ്വമാണെന്നാണ് രാഷ്ട്രീയ വിമർശനം. പാർട്ടിയുടെ ബന്ധനങ്ങളില്ലാതെ തീരുമാനമെടുക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഏത് മുന്നണിയിലേക്കുമുള്ള പ്രവേശനം സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ അടവ് നയമാണ് PV അൻവറിന്റേതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. അതുവരെയെങ്കിലും UDFിനോട് വിലപേശാനാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയെ നൽകിയ നാമനിർദ്ദേശ പത്രിക മനഃപൂർവ്വം പിഴവ് വരുത്തി തള്ളിച്ചതെന്നും വിമർശനമുണ്ട്. കാര്യമായ പ്രചാരണ പരിപാടികൾ അൻവറിന് ഇന്നും ഉണ്ടായിരുന്നില്ല. അൻവർ ഫാക്ടർ പ്രതിപാദിക്കാതെയാണ് UDF പ്രചാരണം. ഞങ്ങൾ ആരുടെ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല കാണുന്നത്, ഞങ്ങൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇത് മലപ്പുറമാണ്, ഞങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചാൽ പോലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലീഗിനെയാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ അക്കാര്യം പറഞ്ഞു. LDFും UDFും BJPയും പ്രചാരണ രംഗത്ത് സജീവമാവുമ്പോഴും PV അൻവറിന് ഇന്ന് കാര്യമായ പൊതുപ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി നാളെ എന്നിരിക്കെ പത്രിക പിൻവലിച്ച് അൻവർ മത്സരരംഗത്ത് പിന്മാറുമോ എന്ന ചോദ്യവും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ ഉയരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊടിപാറും പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇന്ന് വൈകിട്ട് UDF കൺവെൻഷനിൽ KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും വിമർശിച്ച് ഇന്നും PV അൻവർ മാധ്യമങ്ങളെ കണ്ടു. LDF സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് പ്രചാരണത്തിൽ മുന്നേറുന്നത്. ഒപ്പം ഇന്ന് KC വേണുഗോപാലിന്റെ പെൻഷൻ വിരുദ്ധ പരാമർശവും ചർച്ചയാക്കാൻ LDF സ്ഥാനാർത്ഥി മറന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു. നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നും, വിചിത്രമായി തോന്നും. ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, എല്ലാവരും അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്ത് തല പര്യടനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം അമരമ്പലം, ചുങ്കത്തറ എന്നിവിടങ്ങളിലാണ്. ഇവിടെ ഇതൊരു UDFിൻ്റെ ആളുകളുടെ മാത്രം സ്വീകരണ യോഗങ്ങളല്ല. ആളുകൾ ഈ 9 വർഷക്കാലമായി നിലമ്പൂർ അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. മലയോര വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണം. PV അൻവറിന് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നാണ് BJPയുടെ പക്ഷം. ഞങ്ങളുടെ പ്രചരണം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ മുഖ്യ മുദ്രാവാക്യം. PV അൻവറിന്റെ തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പൗരപ്രമുഖരെ കാണുന്നുവെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ. എനിക്കെന്ത് ഷെഡ്യൂൾ? ഒരു ഷെഡ്യൂളും ഇല്ല, ഒരു ഷെഡ്യൂളും ഇല്ല. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടു. പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചോദിക്കുന്നുണ്ട്, അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകാരെ കാണാൻ. ടീം 24 നിലമ്പൂർ. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യം രൂപീകരിച്ചതെന്ന് AAP അറിയിച്ചു. BJPയും കോൺഗ്രസും തമ്മിൽ രഹസ്യ കൂട്ടുകെട്ടുണ്ടെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മറ്റ് 15 പ്രതിപക്ഷ പാർട്ടികളും നരേന്ദ്രമോദിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്ന AAPയുടെ പ്രഖ്യാപനം. ഇതേ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായി ആം ആദ്മി പാർട്ടി കത്തയച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെന്നാണ് AAPയുടെ നിലപാട്. യഥാർത്ഥ സഖ്യം BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് AAP ദേശീയ വക്താവ് അനുരാഗ് ദണ്ഡ ആരോപിച്ചു. മോദിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പകരമായി ഗാന്ധി കുടുംബം ജയിലിലേക്ക് പോകാതെ BJP സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിക്കുന്നു. വരാനിരിക്കുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംവിധാനമാണെന്നും
പ്രധാന വിഷയങ്ങളിൽ ഐക്യത്തോടെ നീങ്ങുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. സംസ്ഥാനം ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം ഒന്നിച്ച നിലപാടെടുക്കാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഒപ്പിട്ടിരിക്കുന്നതാണ്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ നേതാക്കന്മാരും. ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് തന്നെ AAP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലുന്നതായി വ്യക്തമായിരുന്നു. 24 ഡൽഹി. ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഡിസൈൻ, മീഡിയ ആൻഡ് ക്രിയേറ്റീവ് ആർട്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസൈൻ വേൾഡ് 2025 ദ്വിദിന പ്രദർശനം സംഘടിപ്പിച്ചു. കൊച്ചിയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന മേളയിൽ ക്രിയേറ്റീവ് ഡിസൈൻ ബിരുദ വിദ്യാർത്ഥികളുടെ നവീനവും സാമൂഹ്യ അവബോധം ഊന്നിയുള്ളതുമായ സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചത്. മേളയിലെ ഓരോ സൃഷ്ടിയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രതിഫലനം കൂടിയാണെന്ന് ജെയിൻ ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. തീർത്ഥാടകർ മിനായിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഹജ്ജിന്റെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ തമ്പുകളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ഇന്ന് മിനായിൽ താമസിക്കുക എന്നത് മാത്രമാണ് ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം. നാളത്തെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ് യൗമു തർവിയ എന്ന ഈ ദിനം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരും ഇന്നലെ മുതൽ മീനായിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ വിശ്വാസികളും ഒരേ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരേ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു നാഥ എന്ന് വിളിച്ചു പറഞ്ഞ് ജനലക്ഷങ്ങൾ അവിടെ സംഗമിക്കുകയാണ്. നമ്മുടെ സൗദി ഗവൺമെൻറ് അതിഥികളെ സൽക്കരിക്കാനും അവരെ സ്വീകരിക്കാനും വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. നാളെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ മീനായിലുമായിരിക്കും തീർത്ഥാടകർ. 15 ലക്ഷത്തോളം വരുന്ന വിദേശ തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ തന്നെ നീങ്ങി തുടങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മീനായിൽ തന്നെ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ജോയ് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 50 വീടുകൾ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് കൈമാറി. ബംഗളൂരുവിലെ നിംഹാൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര താക്കോൽ ദാനം നിർവഹിച്ചു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ ജോയ് ആലുക്കാസ് അധ്യക്ഷനായി. ജോയ് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി തെലങ്കാനയിൽ പുതുതായി 50 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്ന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ അറിയിച്ചു. MR പ്രോപ്പർട്ടീസിന്റെ CEO മുഹമ്മദ് റിഹാൻ നവാബ്, KSRTC വൈസ് ചെയർമാൻ മുഹമ്മദ് റിസ്വാൻ നവാബ്, ബംഗളൂരു ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചേതൻ കുമാർ മെഹ്ത്ത, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് മാത്യു എന്നിവർ പങ്കെടുത്തു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.